എല്ലാവർക്കും നമസ്കാരം. കോട്ടയം കാർസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ നമ്മൾ ഡൽഹിയിലാണുള്ളത്. ആദ്യം തന്നെ ഞാനത് പറയാണ്, നമ്മുടെ വണ്ടികളെല്ലാം ഡൽഹിയിലാണുള്ളത്. ഡൽഹി വണ്ടികൾ മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇന്നും നമ്മൾ എപ്പോഴും കൊണ്ടുവരുന്ന പോലെ ഒരു ഹൈ ക്വാളിറ്റി ഫോർച്യൂണർ ആയിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വാഹനം നോക്കുന്ന ആളുകൾക്ക് നല്ല ക്വാളിറ്റി ഉള്ള ഒരു വണ്ടിയായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ വണ്ടിയുടെ ഡീറ്റെയിൽ ഞാനൊന്ന് പറയാം. ഇത് 2018 മാനുഫാക്ചറിങ്, 18 രജിസ്ട്രേഷൻ, സിംഗിൾ ഓണർഷിപ്പിൽ 1,47,000 കിലോമീറ്റർ, പ്രോപ്പർ കമ്പനി സർവീസ് റെക്കോർഡോടുകൂടി യാതൊരു വിധത്തിലുള്ള റീപ്ലേസ്മെന്റും ഇല്ലാത്ത ഒരു ഹൈ ക്വാളിറ്റി ഫോർച്യൂണർ ആണ്. ഈ വാഹനത്തിന്റെ 4 ടയറുകളും പുതിയതാണ്, ഇൻഷുറൻസ് വാലിഡ് ആണ്. ബാക്കിയുള്ള ഡീറ്റെയിൽസ് നമുക്ക് വണ്ടിയുടെ ഓൾ അറൗണ്ട് വീഡിയോ കാണുമ്പോഴത്തേനും നമുക്ക് കാണാം വണ്ടിയുടെ ക്വാളിറ്റി ഒക്കെ എങ്ങനെ ഉണ്ടെന്നുള്ളത്. അപ്പോൾ നമ്മൾ വണ്ടിയുടെ ഫ്രണ്ട് വശത്തുനിന്ന് തന്നെ തുടങ്ങാം. ഇപ്രാവശ്യം വണ്ടിയുടെ ഹെഡ്ലൈറ്റുകളിലൊന്നും യാതൊരു വിധത്തിലുള്ള ഡാമേജുകളും സംഭവിച്ചിട്ടില്ല. ക്രാക്കുകളോ അങ്ങനെയുള്ള പ്രശ്നങ്ങളോ ഒന്നുമില്ല. ബോണറ്റിന്റെ ഭാഗത്തേക്ക് വരുവാണെങ്കിൽ കമ്പനിയുടെ ഒറിജിനൽ പെയിന്റ് ആണ് കിടക്കുന്നത്. വേറെ സ്ക്രാച്ചുകളോ ഒന്നും തന്നെ വന്നിട്ടില്ല. പിന്നെ ഈ ഒരു ഭാഗത്ത് ഒരു കുഞ്ഞ് ഡെന്റ് ഉണ്ട്. ഈ ഒരു ഭാഗത്ത് ഈ ഡെന്റ് ഒന്നും ഞാൻ പറഞ്ഞാൽ മാത്രമേ നിങ്ങൾ അറിയത്തുള്ളൂ, അല്ലെങ്കിൽ ഇതൊന്നും നിങ്ങൾ അറിയത്തില്ല. ഈ വീഡിയോയിൽ കണ്ടാലോ ഫോട്ടോയിൽ കണ്ടാലോ ഒന്നും ഇതൊന്നും നമുക്ക് അറിയത്തില്ലാത്ത രീതിയിലുള്ള ചെറിയ ചെറിയ ഡെന്റുകളാണ്. ബാക്കി ബമ്പറിന്റെ ഭാഗത്തൊന്നും യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ല. ഫ്രണ്ട് വിൻഷീൽഡ് ഉൾപ്പെടെ എല്ലാ ഗ്ലാസുകളും ഒറിജിനലാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിന്റെ ഓരോരോ സൈഡുകളും ഡോറുകൾ തുറന്ന് അതിന് ഉൾവശം ഒക്കെ ഒന്ന് കാണാം. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്തുനിന്ന് വരുവാണെങ്കിൽ ഈ ഒരു ക്വാർട്ടർ പാനലും ഈ ഡോറും കമ്പനിയിൽ നിന്ന് തന്നെ റീപെയിന്റ് ചെയ്തിട്ടുണ്ട്. സർവീസ് റെക്കോർഡ്സിൽ അവൈലബിൾ ആണ്. കമ്പനിയിൽ നിന്ന് തന്നെ റീപെയിന്റ് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് വലിയൊരു ഡെപ്തിൽ അല്ലെങ്കിൽ നല്ല കനത്തിലുള്ള പുട്ടിയോ വർക്കുകളോ കാര്യങ്ങളോ ഒന്നും കയറിയിട്ടില്ല. നല്ല ഫിനിഷിങ്ങിൽ ഞാനിത് പറഞ്ഞാൽ മാത്രമേ നിങ്ങൾ അറിയത്തുള്ളൂ. അത്രയും ഫിനിഷിങ്ങിലാണ് ഇതിന്റെ റീപെയിന്റ് കമ്പനിയിൽ നിന്ന് ചെയ്തിട്ടുള്ളത്. ഈ സൈഡിലെ എല്ലാ ഗ്ലാസുകളും ഒറിജിനലാണ്. ഈ ഡോറുകളിലൊന്നും യാതൊരു വിധത്തിലുള്ള ഡെന്റുകളോ ഇല്ല. പിന്നെ കല്ലടിച്ച പോലുള്ള കുഞ്ഞു കുഞ്ഞു പാടുകളുണ്ട്. ഒരു ഫെൻഡറിന്റെ ഭാഗത്തേക്ക് വരുവാണെങ്കിൽ ഇവിടെ ഒന്നും ഡെന്റുകളോ സ്ക്രാച്ചുകളോ ഒന്നുമില്ല. നല്ല ക്ലീൻ കണ്ടീഷനിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതിന്റെ ഓരോ ഡോറുകൾ തുറന്ന് അതിന് ഉൾവശമൊക്കെ ഒന്ന് കാണാം. അപ്പോൾ ഇനി നമുക്ക് ഈ ഫ്രണ്ട് ഡോർ തന്നെ ആദ്യം തുറന്നൊന്ന് കാണാം. ഇതിന്റെ ഉൾവശത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടുത്തെ കമ്പനിയുടെ ഒറിജിനൽ പേസ്റ്റിംഗ് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഡോർപാടുകളൊക്കെ നല്ല വൃത്തിയിലാണ് ഇരിക്കുന്നത്. സ്വിച്ചുകളിലൊന്നും ഡാമേജ് ഒന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഇനി നമുക്ക് ഈ പില്ലറിന്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടുത്തെ കമ്പനിയുടെ ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടുത്തെയും കമ്പനിയുടെ ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം. ആക്ച്വലി നമ്മൾ ഇതിനകത്ത് ഫ്ലോർ മാറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. കമ്പനി വന്ന അതേ ഫ്ലോർ മാറ്റുകളാണ്. അത് വാഷ് ചെയ്തിട്ട് അവിടെ ഉണക്കാനിട്ടിട്ടുണ്ട്. അതാണ് മാറ്റൊന്നും ഇല്ലാതെ കാണിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് പുറകിലത്തെ ഡോറൊന്ന് തുറന്ന് കാണിക്കാം. ഇതിൻ്റെ ഉൾവശത്തേക്ക് വരുമ്പോൾ ഇവിടുത്തെയും കമ്പനിയുടെ ഒറിജിനൽ പേസ്റ്റിങ് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം. ഈ ഒരു ഡോർപാടൊക്കെ നല്ല ക്ലീൻ കണ്ടീഷനിലാണ് ഇരിക്കുന്നത്. ഇതിന്റെ പേസ്റ്റിംഗ് ഞാൻ ഒന്നും കൂടെ എടുത്ത് കാണിക്കണം. റീപെയിന്റ് ആണെന്ന് പറയുമ്പോൾ തന്നെ ആൾക്കാർക്ക് ഇവിടെ എന്തെങ്കിലും വർക്കോ കാര്യങ്ങളോ ചെയ്തിട്ടുണ്ടോ എന്ന് ഡൗട്ട് വരും. അതുകൊണ്ടാണ് അവിടെ ഒന്ന് എടുത്ത് കാണിച്ചത്. അപ്പോൾ ഇനി നമുക്ക് ഈ പില്ലറിന്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ചെറിയ ചെറിയ സ്ക്രാച്ചുകളുണ്ട്. ഇനി ഈ പില്ലറിന്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടുത്തെ കമ്പനിയുടെ ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കും. താഴെ വശത്തേക്ക് വരുമ്പോൾ ഇവിടുത്തെയും കമ്പനിയുടെ ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് ക്ലീൻ ആയിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ക്വാർട്ടർ ഗ്ലാസ് എല്ലാം ഈ ഒരു ഭാഗത്തെ ഗ്ലാസുകളൊക്കെ ഒറിജിനലാണ്. ഈ ഒരു ഭാഗത്ത് മാത്രമാണ് ചെറിയ റീപെയിന്റ് വന്നിട്ടുള്ളത്. ഇവിടെങ്ങും സ്ക്രാച്ചുകളോ ഡെന്റോ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ നമ്മൾ പുറകു വശത്തേക്ക് വരുമ്പോഴത്തേന് പുറകു വശത്തൊന്നും യാതൊരു വിധത്തിലുള്ള റീപെയിന്റോ ഡെന്റുകളോ സ്ക്രാച്ചുകളോ ഒന്നുമില്ല. പുറകിലത്തെ ഗ്ലാസും കമ്പനിയുടെ ഒറിജിനൽ ഗ്ലാസ് ആണ്. അപ്പോൾ ഇനി നമുക്കിത് തുറന്നിട്ട് ഇതിന് ഉൾവശം ഒന്ന് കാണാം. അപ്പോൾ ഇതിന്റെ സൗണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. ഷോക്കൊക്കെ നല്ല ക്ലീൻ കണ്ടീഷനിൽ തന്നെയാണ് ഉള്ളത്. അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു വശത്തുനിന്ന് തന്നെ പറഞ്ഞു പോയി ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടുത്തെ കമ്പനിയുടെ ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം. മേൾ വശത്തേക്ക് വരുമ്പോൾ ഇവിടെ ഒക്കെ നല്ല ക്ലീൻ കണ്ടീഷനിലാണ് ഇരിക്കുന്നത്. പേസ്റ്റിംഗ് എല്ലാം കമ്പനി ഒറിജിനൽ പേസ്റ്റിംഗ് ആണ്. നട്ടുകളിലൊന്നും തൊട്ടിട്ട് പോലും ഇല്ല. ഇനി ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരുമ്പോഴത്തേന് ഇവിടുത്തെയും കമ്പനിയുടെ ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ, ഈ താഴെ വശത്തെ പഞ്ചിങ് മാർക്കുകളൊക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം. ഇനി ഈ താഴെ വശത്തേക്ക് വരുവാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇവിടെ ഇങ്ങ് യാതൊരു വിധത്തിലുള്ള റെസ്റ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഇനി ഇത് അടച്ചിട്ട് നമുക്ക് ഇതിന്റെ അടുത്ത വശത്തേക്ക് പോകാം. അപ്പോൾ ഇനി ഈ ഒരു വശം ഞാൻ ഒരുമിച്ച് അങ്ങ് പറയാം. ഈ ഒരു ഫെൻഡറിലോ 2 ഡോറുകളിലോ പുറകിലത്തെ ക്വാർട്ടർ പാനലിലോ ഒന്നും യാതൊരു വിധത്തിലുള്ള റീപെയിന്റും വന്നിട്ടില്ല. ഓൾ ഒറിജിനൽ പെയിന്റ് ആണ് കിടക്കുന്നത്. പിന്നെ ഈ ഡോറുകളിലും ഇത് ഇവിടെയൊക്കെ കുഞ്ഞു കുഞ്ഞു കല്ലടിച്ച പോലുള്ള പാടുകളുണ്ട്. ചെറിയ കുഞ്ഞു കുഞ്ഞു ഡെന്റുകളുണ്ട്. അതൊക്കെ എത്രത്തോളം ഈ വീഡിയോയിൽ അറിയാൻ പറ്റുമെന്ന് അറിയത്തില്ല. വണ്ടി നമ്മൾ ഇച്ചിരി മാറി നിന്ന് കണ്ടു കഴിഞ്ഞാൽ അതൊന്നും അറിയത്തില്ല. അപ്പോൾ ഇനി നമുക്ക് ഓരോ ഡോറുകളും തുറന്ന് പിന്നെ ഉൾവശം ഒന്ന് കാണാം. അപ്പോൾ ഇനി നമുക്ക് ഈ ഫ്രണ്ട് ഡോർ തുറന്നൊന്ന് കാണാം. ഉൾവശത്തേക്ക് വരുമ്പോഴത്തേന് കമ്പനിയുടെ ഒറിജിനൽ പേസ്റ്റിംഗ് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഡോർപാടൊക്കെ നല്ല വൃത്തിക്കാണ് ഇരിക്കുന്നത്. ഇനി ഒരു പില്ലറിന്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടുത്തെ കമ്പനിയുടെ ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം. ഈ ഭാഗത്തും ചെറുതായിട്ടൊരു പെയിന്റ് പോയ പോലെ ഒരു ചെറിയൊരു പാടുണ്ട്. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടുത്തെയും കമ്പനിയുടെ ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം.
നമ്മളെല്ലാ വണ്ടികളുടെയും എ ടു സെഡ് ഇങ്ങനത്തെ ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ വരെ എടുത്തു പറഞ്ഞാണ് വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഫുള്ളായിട്ട് വീഡിയോ കണ്ടാലും നിങ്ങൾക്ക് വണ്ടിയെ പറ്റി ഫുള്ളായിട്ടുള്ള ഒരു ധാരണ കിട്ടുന്നതാണ്. അപ്പോൾ ഈ ഒരു പുറകിലത്തെ ഡോറിൻ്റെ ഉൾവശത്തേക്ക് വരുമ്പോൾ ഇവിടുത്തെയും കമ്പനിയുടെ ഒറിജിനൽ പേസ്റ്റിംഗ് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഡോർ പാഡുകളൊക്കെ നല്ല ക്ലീൻ കണ്ടീഷനിലാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഈ ഒരു ഭാഗത്ത് ചെറിയ പാട് വന്നിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടുത്തെ കമ്പനിയുടെ ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം. താഴെ വശത്തേക്ക് വരുമ്പോൾ ഇവിടുത്തെയും കമ്പനിയുടെ ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് ക്ലീൻ ആയിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ ബോണറ്റ് ഒന്ന് തുറന്ന് എഞ്ചിൻ റൂം ഒന്ന് കാണാം, വണ്ടി സ്റ്റാർട്ട് ചെയ്തതിൻ്റെ സൗണ്ട് ഒന്ന് കേൾക്കാം. നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ഒരു വണ്ടിയാണ്. അത് നമുക്ക് വണ്ടി കാണുമ്പോഴും ഡ്രൈവ് ചെയ്യുമ്പോഴും ഒക്കെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്കിനി നേരെ ഇതിൻ്റെ എൻജിൻ റൂമിൻ്റെ അകത്തേക്ക് വരുവാണെങ്കിൽ നല്ല നീറ്റായിട്ട് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ടൊയോട്ടയുടെ പഞ്ചിങ് ഇവിടെ കാണാം, ടൊയോട്ടയുടെ മാർക്കിംഗ് കാണാം. ഇവിടുത്തെ പേസ്റ്റിംഗ് ഒക്കെ നല്ല ക്ലീൻ കണ്ടീഷനിലാണ് ഇരിക്കുന്നത്. ബോണറ്റിൻ്റെ മേൾ വശത്തേക്ക് വന്നാൽ ഇവിടുത്തെ എല്ലാം പേസ്റ്റിംഗ് നല്ല ക്ലീൻ കണ്ടീഷനിലാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഈ നട്ടുകളൊക്കെ കാണുമ്പോൾ അറിയാം ഇതിലൊന്നും അഴിക്കുക ഒന്നും തന്നെ ചെയ്തിട്ടില്ല. വയറിംഗ് എല്ലാം നല്ല പ്രോപ്പർ കണ്ടീഷനിലാണ് ഇരിക്കുന്നത്. ഇത് പുതിയ ബാറ്ററിയാണ്, ആമറോണിൻ്റെ. ഇതിൻ്റെ ബില്ല് ഉൾപ്പെടെ നമ്മുടെ കയ്യിലുണ്ട്. അതുപോലെ ഈ ഫ്രണ്ട് വശത്തേക്ക് വരുമ്പോഴത്തേന് നമുക്കിവിടെ കമ്പനിയുടെ ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പം നമ്മൾക്ക് നല്ല വൃത്തിയിൽ തന്നെ സൂക്ഷിച്ചിരിക്കുന്നതായിട്ട് കാണാം ഈ എഞ്ചിൻ റൂം. അപ്പോൾ നമുക്കിതൊന്ന് സ്റ്റാർട്ട് ചെയ്തതിൻ്റെ സൗണ്ട് ഒന്ന് കേൾക്കാം. റെഗുലർ സർവീസിൽ പോയിരിക്കുന്ന ഒരു വാഹനമാണ്. നമുക്ക് ഗിയർ ഷിഫ്റ്റിലൊന്നും ലാഗോ കാര്യങ്ങളോ ഒന്നുമില്ല. വളരെ സ്മൂത്ത് ആയിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ വണ്ടിയുടെ സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അത് കാര്യങ്ങൾ മനസ്സിലാവും. കാരണം ഒരു വണ്ടിയുടെ സൗണ്ടിൽ നിന്ന് തന്നെ നമുക്ക് ആ വണ്ടിയുടെ കണ്ടീഷൻ എങ്ങനെ ഉണ്ടെന്ന് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ ഇനി നമുക്ക് വണ്ടിയുടെ ഇന്റീരിയറും ടയറും ഒന്ന് കാണാം. അപ്പോൾ ഈ വാഹനത്തിൻ്റെ ഉൾവശത്തേക്ക് വരുമ്പോഴത്തേന് ഡാഷ്ബോർഡ് ഒക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ കണ്ടീഷനിലാണ് ഇരിക്കുന്നത്. യാതൊരു വിധത്തിലുള്ള ഡാമേജുകളും സംഭവിച്ചിട്ടില്ല. പിന്നെ സെൻട്രൽ കൺസോളിലോ ഈ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിന്റെ ഭാഗത്തോ ഒന്നും യാതൊരു വിധത്തിലുള്ള ഡാമേജുകളും നമ്മൾ നോക്കിയിട്ട് കണ്ടിട്ടില്ല. എല്ലാ ഫങ്ഷൻസും പ്രോപ്പർലി വർക്കിംഗ് ആണ്. സ്റ്റിയറിംഗിന്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേന് ആസ് യൂഷ്വൽ നമുക്ക് എല്ലാ ഫോർച്യൂണറുകളിലും ക്രിസ്റ്റകളിലും വരുന്ന പോലെ തന്നെ ഇതിൻ്റെയും കളർ ഫെയ്ഡായിട്ട് 2-3 ക്രാക്കുകളൊക്കെ വീണിട്ടുണ്ട്. അതൊക്കെ നോർമലി ടൊയോട്ട ഇന്നോവ ക്രിസ്റ്റയിലും ഫോർച്യൂണറിലും വരുന്ന സംഭവമാണ്. അപ്പോൾ ഈ സൈഡിലെ സീറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അതെല്ലാം പ്രോപ്പർ കണ്ടീഷനിൽ വർക്കിംഗ് ആണ്. സീറ്റുകളിൽ സാധാരണ ഇരുന്ന് ഇവിടെ ഒക്കെ കീറി പോകാറുണ്ട്, അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. നല്ല ഈ ഒരു ഭാഗത്ത് ചെറിയ ഒരു ഫോൾട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് ശകലം ഇതിൻ്റെ ലെതർ പോയിട്ടുണ്ട്. ആ ഒരു പീസായിട്ട് തന്നെ നമുക്ക് മാറാനായിട്ട് സാധിക്കും. അപ്പോൾ ഇനി നമുക്ക് പുറകെ നിര സീറ്റുകളൊന്ന് കാണാം. പുറകിലത്തെ നിര സീറ്റുകളിലേക്ക് വരുമ്പോൾ പുറകിലത്തെ നിര സീറ്റുകളൊക്കെ നല്ല വൃത്തിക്ക് തന്നെ ഇരിപ്പുണ്ട്. അതിലൊന്നും യാതൊരു വിധത്തിലുള്ള ഡാമേജുകളും ഇല്ല. ഏറ്റവും പുറകിലത്തെ സീറ്റുകളും നല്ല വൃത്തിക്ക് തന്നെയാണ് ഇരിക്കുന്നത്. റൂഫിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ റൂഫിലൊന്നും ചെളിയോ അഴുക്കോ പൊടിയോ ഒന്നുമില്ല. നല്ല നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. യാതൊരു വിധത്തിലുള്ള ഡാമേജുകളും അതിലൊന്നും കാണാനായിട്ടില്ല. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ടയറിൻ്റെ ഭാഗത്തേക്ക് പോകാം. ടയറിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേന് കോണ്ടിനെന്റലിന്റെ പുതിയ ടയറുകളാണ് ഈ വാഹനത്തിൽ വന്നിട്ടുള്ളത്. ഈ വർഷം ജനുവരിയിലാണ് ഇത് പർച്ചേസ് ചെയ്തിരിക്കുന്ന ടയറുകൾ 4. അതിന്റെ ബില്ല് ഉൾപ്പെടെ അവൈലബിൾ ആണ്. ഈ പുറകിലത്തെ ഭാഗത്തേക്ക് വരുമ്പോൾ ഈ ഒരു അലോയ്സിലെ കുറച്ച് പെയിന്റ് കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. അത് നമ്മൾ റീപെയിന്റ് ചെയ്യേണ്ടതായിട്ട് വരും. സ്റ്റെപ്പിനിയുടെ ഭാഗത്തേക്ക് വരുവാണെങ്കിൽ ഏകദേശം ഒരു 80% ഉള്ള ഒരു സ്റ്റെപ്പിനിയാണ് ഈ വാഹനത്തിൽ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വണ്ടിയുടെ ഓൾ അറൗണ്ട് വീഡിയോ കണ്ടല്ലോ. വണ്ടി നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. നമുക്ക് എടുത്തിട്ട് പ്രത്യേകിച്ച് ഒരുപാട് പൈസ മുടക്കേണ്ടതായിട്ടുള്ള വണ്ടികളൊന്നും നമ്മൾ ചെയ്യത്തില്ല. നമ്മളുടെ വണ്ടികളെല്ലാം എടുക്കുക, ഡീസൽ അടിക്കുക, ഓടുക, ആ ഒരു കണ്ടീഷനിലുള്ള വണ്ടികളാണ്. ഈ വണ്ടിയും ആ ഒരു കണ്ടീഷനിലുള്ളതാണ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു വണ്ടിയാണ്. അപ്പോൾ ഈ വാഹനത്തിൻ്റെ ഡീറ്റെയിൽസ് പറയുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും ഡൽഹിയിൽ നിന്ന് വാഹനം എടുക്കാനായിട്ടൊരു പ്ലാൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെപ്പറ്റി അവരോടൊന്ന് പറയുക. അപ്പോൾ ഞാൻ ഈ വാഹനത്തിൻ്റെ ഡീറ്റെയിൽ ഒന്ന് പറയാം. ഇത് 2018 മാനുഫാക്ചറിങ്, 18 രജിസ്ട്രേഷൻ, സിംഗിൾ ഓണർഷിപ്പിൽ 1,47,000 കിലോമീറ്റർ വിത്ത് കമ്പനി സർവീസ് റെക്കോർഡോടുകൂടി യാതൊരു വിധത്തിലുള്ള റീപ്ലേസ്മെൻറ്റും ഇല്ലാത്ത നല്ലൊരു കിഡിലൻ ഹൈ ക്വാളിറ്റി 4x2 ഓട്ടോമാറ്റിക് വേരിയൻറ്റിലുള്ള ഫോർച്യൂണറാണ്. അപ്പോൾ ഈ വാഹനത്തിന് ഇവർ ആസ്ക് ചെയ്യുന്ന റേറ്റ് എന്ന് പറയുന്നത് 20,25,000 രൂപയാണ്. അത് ഓൺ ടേബിളിൽ എന്തെങ്കിലും ചെറിയ മാറ്റങ്ങളെ വരത്തുള്ളൂ. ഞാൻ പറയുന്നത് ഡൽഹിയിലെ
ആസ്കിംഗ് റേറ്റ് ആണ്. പ്ലസ് നിങ്ങൾക്ക് ട്രാൻസ്പോർട്ടേഷൻ്റെ കോസ്റ്റ് ഒക്കെ അഡീഷണൽ ആയിട്ടായിരിക്കും വരിക. നമ്മളുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ചാറ്റ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് വരുന്ന എല്ലാ ഹൈ ക്വാളിറ്റി വാഹനങ്ങളുടെയും ഫോട്ടോയും ഡീറ്റെയിലും ആദ്യം വരിക ആ ഗ്രൂപ്പിലാണ്. അപ്പോൾ ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് ഉപയോഗിച്ച് നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിലും കിടിലിനൊരു വാഹനത്തിൻ്റെ വിശേഷമായിട്ട് വീണ്ടും കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.